അങ്ങനെ ഡോക്ടർ ഭാമയെ ചെക്കപ്പ് എല്ലാം ചെയ്തതിന് ശേഷം അവരുടെ സീറ്റിൽ വന്നിരിക്കാൻ കേട്ടോ. അപ്പോൾ അംബാലിക ചോദിക്കുക, എന്താ ഡോക്ടർ, കുഴപ്പമൊന്നും ഇല്ലല്ലോ? നമ്മളെല്ലാം പ്രതീക്ഷത്തിന് വിപരീതമായിട്ടാണ് സംഭവിച്ചിരിക്കുന്നത് അംബാലിക ഇവിടെ എന്ന് പറയാൻ കേട്ടോ. എന്താ ഡോക്ടർ എന്ന് ചോദിക്കുകയാണ്. അത് ഞാൻ റിപ്പോർട്ട് വന്നിട്ട് പറയാം എന്ന് പറയാൻ കേട്ടോ. ഈ സമയത്ത് നല്ല ടെൻഷനോട് കൂടി നിൽക്കുകയാണ് അംബാലികയും ഭാമയും. അപ്പോഴേക്കും ഒരു നഴ്സ് റിപ്പോർട്ടുമായി വന്നു. അത് നോക്കിയതിന് ശേഷം ഡോക്ടർ പറയുന്നുണ്ട്, അപ്പോൾ എന്റെ ഊഹം ഒരിക്കലും തെറ്റിയില്ല. ഭാമയെ ചെക്കപ്പ് ചെയ്ത സമയത്ത് എനിക്ക് സംശയമുണ്ടായി. ഭാമ വീണ്ടും ഒരു അമ്മയാകാൻ പോകുന്നു, അതായത് അബി ഒരു അച്ഛനാക്കാൻ പോകുകയാണ്. ഉടൻ തന്നെ അദ്ദേഹത്തെ വിളിച്ച് ഇവരെ മറയൂ, സന്തോഷമായിരിക്കും എന്നൊക്കെ പറയാൻ കേട്ടോ. പക്ഷെ ഇതെല്ലാം കേൾക്കുന്ന അംബാലികയും ഭാമയും ഷോക്കായി നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഭാവനേച്ചിയോട് ഞാൻ എന്ത് പറയും? അപ്പോൾ അംബാലികയും പറയുന്നുണ്ട്, ഭാവനയോട് ഇവൾ അങ്ങോട്ട് പോയിട്ടാണ് ഈ ഒരു വാർത്ത പറഞ്ഞത്. ഇനിയിപ്പോൾ അതെങ്ങനെ മാറ്റി പറയും എന്ന് ആലോചിച്ചിട്ട് അവൾക്ക് ഫേസ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറയാൻ അംബാലിക. അതൊന്നും സാരമില്ല, ഭാമ മറ്റൊരു കുഞ്ഞിന് ജന്മമെടുക്കാൻ തയ്യാറായ സ്വന്തം കുഞ്ഞു തന്നെ അവിടെ ഇടം പിടിച്ചു എന്ന് കരുതിയാൽ പോരെ. എല്ലാം ദൈവത്തിന്റെ നിയോഗമാണ്. ദൈവം നിശ്ചയിച്ചത് ഇങ്ങനെയായിരിക്കും. ഭാവനയ്ക്ക് വേണമെങ്കിൽ മറ്റൊരാളെ കണ്ടെത്താമല്ലോ. അവൾക്ക് യോഗമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൾക്ക് മറ്റൊരാൾ വഴി ഒരു കുഞ്ഞ് ജനിക്കും. നീ ആലോചിച്ച് ടെൻഷൻ ആവരുത്. ഈ സന്തോഷവാർത്ത ഉടൻ തന്നെ എല്ലാവരെയും അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോവാൻ പറയാൻ കേട്ടോ. അങ്ങനെ പുറത്തിറങ്ങിയ ശേഷം ഭാമ ആകെ ടെൻഷനായി നിൽക്കുക. ഇനി ഭാവനേച്ചിയോട് ഞാൻ എങ്ങനെ കാര്യം പറയും? ഇത് കാണുമ്പോൾ അംബാലികയും പറയുന്നുണ്ട്, അതെ ഞാനും ഇപ്പോൾ അത് തന്നെയാണ് ആലോചിക്കുന്നത്. ആന കൊടുത്താലും ആശ കൊടുക്കരുത് എന്ന് പറയുന്ന ഇതാണ്. ഭാവന നിന്നെ സ്വന്തം മകളെ പോലെയല്ലേ വളർത്തിയത്, എന്നിട്ട് അവർക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ പറ്റിയില്ല എന്നുള്ള വിഷമമല്ലേ നിനക്കുള്ളത് മോളെ എന്ന് ചോദിക്കാം. അതെ അമ്മേ, ഇനി ഭാവനേച്ചിയെ സഹായിക്കാൻ വല്ലാത്തൊരു പരീക്ഷണമാണ് ദൈവം എനിക്ക് തന്നത് എന്ന് പറയാൻ ട്ടോ ഭാമ. അപ്പോൾ അംബാലിക പറയുന്നത്, അതെ ആലോചിച്ചിട്ട് എനിക്കും നല്ല വിഷമം തോന്നുകയാണ്. ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ നമ്മൾ തളരാൻ പാടില്ല. അടുത്ത മാർഗം നോക്കണം മോളെ എന്ന് പറയാണ്. ഭാവം പറയേണ്ടത് ഇനി എന്ത് ചെയ്യാനാ? ഭാവനേച്ചിയുടെ കാലിൽ വീണ് എനിക്ക് മാപ്പ് ചോദിക്കാനേ പറ്റുകയുള്ളൂ. അപ്പോൾ അംബാലിക പറയുന്നുണ്ട്, ഇവിടെ നീ ഇപ്പോൾ തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ആർക്കും സംഭവിച്ചത് ഇവിടെയും സംഭവിച്ചിട്ടുള്ളൂ. എന്തായാലും ഞാനൊന്ന് ആലോചിക്കട്ടെ. എന്നിട്ട് അംബാലിക മനസ്സിൽ വിചാരിക്കുകയാണ്, ഇതെന്തായാലും നല്ലൊരു അവസരമാണ്. ശരിക്കും ഞാനൊന്ന് കളി കളിച്ചാൽ എന്നേക്കുമായിട്ട് അബിയിൽ നിന്നും ഭാമയെ ചിലപ്പോൾ അകറ്റാൻ സാധിക്കും. എന്തുകൊണ്ടും ഇത് നല്ലൊരു അവസരമാണ്. ഭാമയാകട്ടെ ഭാവനയെ സഹായിക്കാൻ കഴിയില്ലല്ലോ എന്നുള്ള ഒരു വിഷമത്തിലുമാണ്. അതുകൊണ്ട് ഈ ഐഡിയ എന്തായാലും ഏൽക്കുന്ന അവൾ മനസ്സിൽ വിചാരിക്കുകയാണ്. അതേസമയം ഭാമ ആകെ വിഷമിച്ച് ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോഴാണ് അവൾ അംബാലിക നോക്കുന്നത്. അമ്മ ഇനി എന്തിനാ ഇവിടെ നിൽക്കുന്നത്, നമുക്ക് പോകാം എന്ന് പറയാൻ. മോൾ വിഷമിക്കാതിരിക്കെ, ഞാൻ എന്തായാലും ഡോക്ടറെ കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ് അംബാലിക ചില കണക്കുകൂടലും മനസ്സിൽ കൂട്ടിയിട്ട് അകത്തേക്ക് പോവാൻ കേട്ടോ. ഭാമയാട്ടെ പുറത്ത് ആകെ വിഷമത്തിൽ നിൽക്കുകയാണ്. ഈശ്വര, ഇത്രയും പെട്ടെന്ന് എൻ്റെ ചേച്ചിക്ക് എനിക്ക് പകരം മറ്റൊരാളെ കണ്ടെത്തി കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അകത്ത് ഡോക്ടറെ കാണാൻ കയറി അംബാലിക പറയുന്നത്, ഡോക്ടർ എന്നെയും സഹായിക്കും. ഭാമയുടെയും ഭാവനയുടെയും അവസ്ഥ ഇപ്പോൾ വളരെ പരിതാപകരമാണ്. അതിന് എന്തെങ്കിലും ഒരു മാർഗം കണ്ടേ പറ്റൂ എന്ന് പറയാൻ. അപ്പോൾ ഡോക്ടർ പറയുന്നത്, ഞാൻ അദ്ദേഹം സൂര്യയെ വിളിച്ച് കാര്യം പറയാൻ ഇരിക്കുകയായിരുന്നു. സൂര്യ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട് ഈ കാര്യം ചോദിച്ചിട്ട് ഭാമ എപ്പോഴാണ് കൊണ്ടുവരേണ്ടത് എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അവർ ഫോൺ എടുത്ത് ഡയൽ ചെയ്യാൻ നിൽക്കുമ്പോൾ അംബാലിക അവരുടെ ഫോൺ പിടിച്ചു വാങ്ങാൻ. എന്നിട്ട് പറയുന്നുണ്ട്, നമ്മൾ ഇവിടെ ഒരു ഡ്രാമ കളിച്ചാൽ എല്ലാം റെഡിയാകും. ഭാമ ഗർഭിണിയാണെന്ന് നമ്മൾ 3 പേരുമില്ലാതെ പുറത്താരും അറിയരുത്. ശേഷം ഭാമയെ സരോഗസിക്ക് വിധേയമാക്കുന്നതായി നമ്മൾ അഭിനയിക്കുന്നു. നിലവിലുള്ള ഭാമയുടെ വയറ്റിലെ കുഞ്ഞ് സൂര്യയുടെയും ഭാവനയുടെയും ആണെന്ന് നമ്മൾ പറയുന്നു. ഇത് കേൾക്കുന്ന ഡോക്ടർ പൊട്ടിത്തെറിക്കാൻ ട്ടോ. എന്താണ് അംബാലിക ഉദ്ദേശിക്കുന്നത്? ഇത് ഡ്രാമ സ്കൂളല്ല, ഇവിടെ നിന്ന് ഇറങ്ങി പോകണം എന്ന് പറയാൻ ട്ടോ. അപ്പോൾ അംബാലിക പറയുന്ന, ഡോക്ടർ ഇത് വെറുതെ ചെയ്യും. ഡോക്ടറെ ഞാൻ എത്ര ക്യാഷ് വേണമെങ്കിൽ തരാം. ഞാൻ എൻ്റെ മകന്റെ കുഞ്ഞിനെയാണ് മറ്റൊരാൾക്ക് വേണ്ടി കൊടുക്കാൻ തയ്യാറായിരിക്കുന്നത്. അത്രയൊന്നുമില്ലല്ലോ ഡോക്ടർക്ക് പറ്റില്ലെങ്കിൽ പറഞ്ഞാൽ മതി എന്നൊക്കെ പറയാണ്. അങ്ങനെ എത്ര ക്യാഷ് വേണമെങ്കിലും തരാം എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടറുടെ മനസ്സ് മാറാണ്. അങ്ങനെ അവർ അംബാലികയുടെ അഗ്രിമെന്റ് അംഗീകരിക്കുകയാണ്. ശേഷം അവർ പുറത്തേക്ക് ഇറങ്ങാണ്. എന്നിട്ട് അംബാലിക ചിരിക്കുകയാണ് ട്ടോ. പിന്നീട് കാണിക്കുന്നത് അംബാലികയും ഭാമയും അവരുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഭാമയാകട്ടെ ഒന്നും സംസാരിക്കാതെ പെട്ടെന്ന് തന്നെ വണ്ടിയിൽ നിന്നും ഇറങ്ങി അകത്തേക്ക് പോയി റൂമിൽ ഇരിക്കുകയാണ് ട്ടോ. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? ഞാനായിട്ട് എൻ്റെ ചേച്ചിക്ക് ഓരോ ആശ കൊടുത്തതാണ്. ഇനി ഞാൻ എങ്ങനെ അത് മാറ്റി പറയും ഈശ്വര എന്ന് പറഞ്ഞ് അവർ ആകെ ടെൻഷനായിട്ട് ഇരിക്കുകയാണ്. അപ്പോഴാണ് അംബാലിക അവിടേക്ക് വരുന്നത്. ഭാമ അബിയോടോ ഭാവനയോടോ വിവരം മറിക്കുന്നതിന് മുൻപ് അവളോട് വിവരങ്ങളെല്ലാം പറയണം എന്നാലോചിച്ചിട്ട് അവർ ഭാമ എന്ന് വിളിച്ച് അവളുടെ അടുത്തേക്ക് പോവാണ്. പാവം ഭാവന, അവളുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് എനിക്ക് ടെൻഷൻ. ഭാമ പറയുന്നത്, ഒരു വിധത്തിൽ പറഞ്ഞാൽ എനിക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം തന്നെയല്ലേ. അബി അറിഞ്ഞാൽ അവന് ഒത്തിരി സന്തോഷമാകും. ഇപ്പോൾ ഏതോ മീറ്റിംഗിലാണ്, കുറച്ചു കഴിഞ്ഞ് തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഭാവനേച്ചിയോട് എനിക്ക് പറയാൻ കഴിയില്ല, ഞാൻ അബിയെ കൊണ്ട് പറയിപ്പിക്കാമെന്ന് കരുതുകയാണ്. അപ്പോൾ വീണ്ടും അംബാലിക അവരുടെ മനസ്സ് തളർത്തുകയാണ് ട്ടോ. പാവം ഭാവന. ഇനിയിപ്പോൾ ഇതറിയുമ്പോൾ ആ ജയനിർമ്മലിന്റെ പ്രതികരണം എന്തായിരിക്കും? ഇനി എന്തായാലും ഭാവനക്ക് കുത്തുവാക്കുകൾ തന്നെയായിരിക്കും അവളുടെ അടുത്ത് നിന്ന്. മാത്രവുമല്ല, ഇനി കുടുംബത്തിലെ നിലനിൽപ്പ് ആലോചിച്ചിട്ട് അവൻ സൂര്യയെ കൊണ്ട് മറ്റൊരു വിവാഹം കഴിപ്പിക്കില്ല എന്ന് ആര് കണ്ടു? നിനക്കറിയാമല്ലോ, ആ മാനസയെ കൊണ്ട് അവനെ വിവാഹം കഴിപ്പിക്കാൻ ഒരുങ്ങിയത്. ഇനി വേണമെങ്കിലും അത് ആവാമല്ലോ. ഭാവനയുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ അവൾ തന്നെ വേണമെങ്കിൽ ഈ വിവാഹം നടത്തും. ഇതെല്ലാം കേൾക്കുമ്പോൾ ആകെ തകർന്നു നിൽക്കാട്ടോ ഭാവ. ഇല്ല, സൂര്യേട്ടന് ഒരിക്കലും മറ്റൊരാളെ വിവാഹം കഴിക്കില്ല. സൂര്യേട്ടൻ ഇങ്ങനെ കൈവിട്ടല്ലോ, ഭാവനേച്ചിയുടെ അവസ്ഥ എന്തായിരിക്കും ഈശ്വര എന്ന് പറഞ്ഞ് അവരാകെ വിഷമിക്കുകയാണ്. അവസാനം അംബാലിക പറയുന്നുണ്ട്, ഇനിയും വൈകിട്ടില്ല, നിനക്ക് വേണമെങ്കിൽ അവളെ സഹായിക്കാൻ കഴിയും. ഞാൻ എങ്ങനെ ഇനി ഭാവനേച്ചിയെ സഹായിക്കാനാ അമ്മേ എന്ന് ചോദിക്കുകയാണ് ഭാമ. അപ്പോൾ അംബാലിക പറയാണ്, തൽക്കാലം
നീ ഗർഭിണിയാണെന്ന് നമ്മൾ ആരോടും അറിയിക്കുന്നില്ല. നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് ഭാവനയുടെയും സൂര്യയുടേതാണെന്ന് നമ്മൾ വരുത്തി തീർക്കും. ഇത് കേട്ടത് ഭാമ ആകെ ഷോക്കാവുകയാണ്. അമ്മ ഇതെങ്ങനെ നടക്കാനാ? ഇത് കേൾക്കുന്ന അംബാലിക അവരുടെ മുഖഭാവം കാണുമ്പോൾ ഷോക്കാവുകയാണ്. ഞാൻ പറഞ്ഞെന്നേയുള്ളൂ, ഭാവനയുടെ അവസ്ഥ ആലോചിച്ചിട്ട് പറഞ്ഞതാണ്, നീ ആലോചിച്ചിട്ട് തീരുമാനം എടുത്താൽ മതി എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ഭാമ ആകെ അസ്വസ്ഥയെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അപ്പോൾ അംബാലിക ഒന്ന് പറയും, അതിൽ ആലോചിക്കാനൊന്നുമില്ല, നമ്മൾ രണ്ടുപേരും അല്ലാതെ ഇത് ആരും അറിയില്ല, ഡോക്ടറെ നമുക്ക് കയ്യിലെടുത്താൽ മതി. ഇന്റെ കുഞ്ഞ് ഭാവനയുടെ സൂര്യയുടെ കുഞ്ഞായിട്ട് ആ വീട്ടിൽ വളരെ സമ്പത്തുള്ള ഒരു വീട്ടിലല്ലേ കഴിയാൻ പോകുന്നത്. പെറ്റമ്മ എന്നുള്ള സ്ഥാനം നിനക്ക് തന്നെയായിരിക്കും. ഇനി ഭാവനയുടെ സൂര്യയുടെ കുഞ്ഞായാൽ നിങ്ങളുടെ കുഞ്ഞായാൽ നിന്റെ ഉദരത്തിൽ തന്നെ വേണ്ട നീ കൊണ്ടു നടക്കാൻ. ഞാൻ പറഞ്ഞതുപോലെ നീ ചെയ്താൽ നിന്റെ ജീവിതവും ഭാവനയുടെ ജീവിതവും സുരക്ഷിതമാകും എന്ന് പറയാൻ ട്ടോ അംബാലിക. എല്ലാം കേട്ട് കഴിയുമ്പോൾ ഈ തീരുമാനം എന്തുകൊണ്ടും ശരിയാണെന്ന് ഭാമക്കും തോന്നുകയാണ് കേട്ടോ. അങ്ങനെ അംബാലിക സന്തോഷം കൂടി തന്നെ അവിടെ നിന്നും ഇറങ്ങി താഴേക്ക് വരികയാണ് കേട്ടോ. ഭാമയാകട്ടെ സമ്മതിച്ചെങ്കിലും അവരുടെ മനസ്സ് ആകെ അസ്വസ്ഥയാണ്. ഇങ്ങനെ ഒരു സത്യം എങ്ങനെ മൂടി വെച്ച് ഞാൻ എൻ്റെ ചേച്ചിയെ ചതിക്കും? അതുപോലെ തന്നെ അഭിയെയും. നാളെ സത്യങ്ങളെല്ലാം പുറത്തു വരികയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? രണ്ടുപേരും എന്നെ വെറുക്കില്ലേ എന്നൊക്കെ അവൾ ആലോചിക്കുന്നുണ്ട്. മാത്രവുമല്ല, ഇന്ന് ഞാനൊരു ഗർഭിണിയാണെന്ന് ഭാവനേച്ചി അറിഞ്ഞ പിന്നെ ചേച്ചിക്ക് ആരെ കിട്ടും പകരം? അങ്ങനെയാകുമ്പോൾ സൂര്യേട്ടനെ കൊണ്ട് ഇനി നിർമ്മലാൻ്റെ വേറെ വിവാഹം കഴിപ്പിക്കുമോ? ഇങ്ങനെയുള്ള 100 ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ ഭാമയുടെ മനസ്സിലെ. അവസാനം അവൾ തന്നെ തീരുമാനിക്കുകയാണ്, എന്തായാലും എൻ്റെ കുഞ്ഞ് ഭാവനേച്ചിയുടെ കയ്യിലല്ലേ വളരാൻ പോകുന്നത്, എന്തുകൊണ്ടും എൻ്റെ കുഞ്ഞ് സുരക്ഷിതയായിരിക്കും. തൽക്കാലത്തിന് ഇപ്പോൾ അതേ ഒരു വഴിയുള്ളൂ എന്നും അവൾ തന്നെ മനസ്സിൽ തീരുമാനിച്ചുറപ്പിക്കാൻ കേട്ടോ. പിന്നീട് കാണിക്കുന്നത് അംബാലിക അനിരുദ്ധനെ വിളിച്ച് വിവരം പറയാണ്. ഏട്ടൻ ഇവിടെയുണ്ട്, അത്യാവശ്യമായിട്ട് ഇങ്ങോട്ടേക്ക് ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറയാൻ കേട്ടോ. എന്താണ് എന്ന് അനിരുദ്ധൻ ചോദിക്കുമ്പോൾ ഏട്ടൻ നേരിട്ട് വാ, നമുക്ക് നേരിൽ സംസാരിക്കാമെന്ന് പറയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ അനിരുദ്ധൻ അവിടെ എത്താൻ. എന്താ അമ്പ, എന്താ നീ വരാൻ പറഞ്ഞത് എന്ന് ചോദിച്ചുകൊണ്ടാണ് അകത്തേക്ക് ഓടുന്നത്. ഇത് കേൾക്കുമ്പോൾ അംബാലിക വാപ്പൊത്തി കാണിക്കുകയാണ്, ഏട്ടാ മിണ്ടരുത്, അവിടെ നിൽക്ക്, ഞാൻ അങ്ങോട്ടേക്ക് വരാം എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ അകത്തേക്ക് എടുത്തു വെച്ച കാൽ അനിരുദ്ധൻ പിന്നോട്ട് വലിക്കുകയാണ്. അംബാലിക വേഗം തന്നെ പുറത്തേക്ക് ഓടി പോവാൻ കേട്ടോ. എന്താ അമ്പ, എന്താ കാര്യം? നീ അർജന്റായി കാണണമെന്ന് അറിഞ്ഞപ്പോൾ എന്തോ ഇതിൽ പ്രത്യേകതയുണ്ടെന്ന് എനിക്ക് തോന്നി, എന്താണ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അംബാലിക പറയുന്നുണ്ട്, ഏട്ടാ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നല്ല കാര്യങ്ങൾ നടന്നത്. ഭാമയ്ക്ക് ഇന്ന് എന്തൊക്കെയോ ചെറിയ അസ്വസ്ഥത, അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഹോസ്പിറ്റലിൽ പോയി, അവൾ വീണ്ടും അമ്മയാകാൻ പോവുകയാണ്. ഇത് കേട്ടതും അനിരുദ്ധൻ, ഈശ്വര ചതിച്ചോ? ഇതാണോ നിനക്ക് വലിയ കാര്യം? അതല്ല ഏട്ടാ, നമ്മൾ മുൻപ് പ്ലാൻ ചെയ്തതിനേക്കാളും മറ്റൊരു ടെസ്റ്റാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. ഞാൻ ഭാമയെ കൊണ്ട് ഈ കുഞ്ഞിനെ ഭാവനയ്ക്ക് നൽകാനാണ് പറഞ്ഞിരിക്കുന്നത്. ഭാമ പ്രഗ്നന്റ് ആണ് എന്ന വിവരം ഇപ്പോൾ ഏട്ടനും ഞാനും ഭാമയും ഡോക്ടർ മാത്രമേ അറിയുകയുള്ളൂ. അബിയെ പോലും അവൾ ഇത് അറിയിച്ചിട്ടില്ല. പതിവ് പോലെ തന്നെ അവളെ സറോഗസിക്ക് വേണ്ടി വിധേയാക്കുന്നു. ഭാവനയുടെയും സൂര്യയുടെയും കുഞ്ഞാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിപ്പിക്കുന്നു. അങ്ങനെ അവൾ ആ കുഞ്ഞിനെ പ്രസവിച്ച് ഭാവനയ്ക്ക് കൊടുക്കുന്നു. എങ്ങനെയുണ്ട് ഏട്ടാ എൻ്റെ ഐഡിയ? ഐഡിയ ഒക്കെ കൊള്ളാം, പക്ഷെ ഇത് നടക്കുന്ന സംഭവമാണോ? ഭാമ ഇതിന് സമ്മതിക്കുമോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ അനിരുദ്ധൻ. ഭാമയെ കൊണ്ടും ഡോക്ടറെ കൊണ്ടൊക്കെ ഞാൻ സമ്മതിപ്പിച്ചിട്ടുണ്ട്. ഇനി ഈ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞ് ഭാമ ഈ വീട്ടിൽ നിന്നും പുറത്താണ്. ഇനി ഞാൻ ബുദ്ധിപൂർവ്വം തന്നെ കളിക്കും, എന്നിട്ട് ഭാമയിൽ നിന്നും അഭിയെ എന്നേക്കുമായിട്ട് ഞാൻ വേർപിരിക്കും. ഏട്ടൻ കണ്ടോ എൻ്റെ കളി എന്ന് പറയാൻ കേട്ടോ. ഇത് കേൾക്കുമ്പോൾ അനിരുദ്ധൻ പറയാണ്, നീ പറഞ്ഞത് കേൾക്കുമ്പോൾ എല്ലാം നല്ല രസമുണ്ട്, പക്ഷെ ഇങ്ങനെ തന്നെ സംഭവിച്ചാൽ മതിയായിരുന്നു. കാര്യമെല്ലാം നടന്നു കഴിയുമ്പോൾ സ്വന്തം കുഞ്ഞിനെയാണ് അവൾ മറ്റൊരാൾക്ക് വേണ്ടി കൊടുത്തത് എന്നറിയുന്ന ഏത് ഭർത്താവാണ് സഹിക്കുക? ഇതെന്തായാലും നടക്കും. നിന്റെ ഐഡിയ എന്തായാലും കൊള്ളാം അമ്പേ എന്നൊക്കെ പറയാണ്. അതെ ഏട്ടാ, ഞാൻ ആരാണെന്ന് ഇനി അവർ അറിയാൻ പോകുന്നേയുള്ളൂ. ആദ്യമൊക്കെ ഭാമ എതിർത്തെങ്കിലും ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഞാൻ അവളെ കൊണ്ട് ഈ കാര്യം സമ്മതിപ്പിച്ചത്. സ്വന്തം ചേച്ചിക്കായത് കൊണ്ട് അവൾക്ക് ഓക്കെ അല്ല എന്ന് പറയാനും പറ്റില്ല. ഇനി എന്തായാലും നമ്മൾ ഉദ്ദേശിച്ച വഴിയിൽ തന്നെ കാര്യങ്ങൾ വരും ഏട്ടാ, നോക്കിക്കോ എന്നൊക്കെ പറയാണ്. ഈ കാര്യത്തിൽ നമ്മൾ എന്തായാലും വിജയിക്കും. അങ്ങനെ ആ ആത്മധൈര്യത്തിൽ തന്നെ നിൽക്കാൻ കേട്ടോ അംബാലികയും അനിരുദ്ധനും. പിന്നീട് കാണിക്കുന്ന സൂര്യയുടെ വീടാണ്. അവിടെ ഭാവന 2 ദിവസം കഴിഞ്ഞ് ഡോക്ടർ ഭാമയുമായിട്ട് ചെക്കപ്പിന് വരാൻ പറഞ്ഞിരിക്കുന്നതാണല്ലോ. അങ്ങനെ നാളെ എന്തായാലും ഭാമയും കൊണ്ട് ഡോക്ടറെ കാണിക്കാൻ പോകണമല്ലോ, അതുകൊണ്ട് അവൾക്കൊന്ന് വിളിച്ചു നോക്കാമെന്ന് വിചാരിച്ച് വിളിക്കാൻ കേട്ടോ. ഫോൺ എടുക്കുന്ന സമയത്ത് ഭാമ ആ ഭാവനേച്ചി എന്നൊക്കെ പറഞ്ഞ് പതിവിലും അത്ര ഉത്സാഹം കാണിക്കുന്നില്ല കേട്ടോ. അവൾ ഒഴിഞ്ഞു മാറുന്നത് പോലെയാണ് ഭാവനയ്ക്ക് തോന്നുന്നത്. എന്താ മോളെ, നിനക്ക് വയ്യേ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. എനിക്കൊരു കുഴപ്പവുമില്ല ചേച്ചി, നാളെയല്ലേ, നാളെ ഞാൻ റെഡിയാണ് എന്നൊക്കെ പറയാൻ കേട്ടോ. ഇനിയും ചെക്കപ്പിന് വേണ്ടി പോകണോ? ഇനി നമുക്ക് ഡേറ്റ് എന്നാണ് ഡോക്ടർ പറയുന്നത് വെച്ചാൽ അതിനനുസരിച്ച് പോയാൽ പോരെ എന്നൊക്കെ ചോദിക്കട്ടെ ഭാമ. ഭാവന ചോദിക്കുന്നത്, എന്താ മോൾ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിനക്കും അറിയില്ല എന്ന് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ. എന്തായാലും നാളെ പോയിട്ട് ഒന്നുകൂടി ചെക്കപ്പ് ചെയ്യാം എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ അവൾ അവസാനം ഒട്ടും താല്പര്യമില്ലെങ്കിലും സമ്മതിക്കുകയാണ്. ഫോൺ വെച്ച ശേഷം ഭാവനയ്ക്ക് ഭയങ്കര സംശയം. ഇതെന്താ ഭാമക്ക് സംഭവിച്ചത്? ഭാമ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ സംസാരിച്ചിരുന്നത് എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ സൂര്യ അവിടേക്ക് വരികയാണ്. എന്ത് പറ്റി ഭാവന, നിനക്കെന്താ ഒരു സംശയം പോലെ? അല്ല സൂര്യ, ഞാൻ ഇന്ന് ഭാമക്ക് വിളിച്ചു. നാളെയാണല്ലോ ഡോക്ടർ പറഞ്ഞതുപോലെ അവൾ ചെക്കപ്പിന് കൊണ്ടുപോകേണ്ട ദിവസം. അപ്പോൾ വരുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ചത്. പക്ഷെ എന്താണെന്നറിയില്ല സൂര്യ, ഭാമയുടെ സംസാരത്തിലേക്ക് ഒരു മാറ്റം. ഇതുവരെ അവൾ സംസാരിച്ചതുപോലുള്ള ഉത്സാഹമൊന്നും അവൾക്ക് കാണുന്നില്ല. ഇനി അവിടെ എങ്ങാനും ഇതിന്റെ പേരിൽ വല്ല സംസാരവും നടന്നിട്ടുണ്ടാകുമോ? ഇതുവരെ എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തിരുന്ന അംബാലിക ആന്റി ഇനി കാലു മാറിയോ എന്തോ?
എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്, അല്ലാതെ അവളുടെ സംസാരത്തിൽ ഇങ്ങനൊരു മാറ്റം കാണില്ല എന്നൊക്കെ പറയാണ്. അപ്പോൾ സൂര്യ പറയുന്നുണ്ട്, എങ്കിൽ അത് തന്നെയായിരിക്കും ഇതുവരെ നിന്നെ സഹായിക്കാമെന്ന് സമ്മതിച്ച അവർ അവസാന ഘട്ടം വന്നപ്പോൾ വേണമെങ്കിൽ കാല് മാറിയിട്ടുണ്ടാകും. ഒരുപക്ഷെ ഇത് തന്നെ മുൻകൂട്ടി കണ്ടിട്ടായിരിക്കും അവർ ആദ്യം സപ്പോർട്ട് ചെയ്തത്. അവർക്ക് എങ്ങനെയെങ്കിലും നിന്നെ വേദനിപ്പിക്കുമല്ലോ, ആ ഒരു ഉദ്ദേശമില്ലേ ഉള്ളൂ എന്നൊക്കെ പറയാട്ടോ സൂര്യ. എന്നിട്ട് അവൾ എന്താ നാളെ വരുന്നില്ല എന്ന് പറഞ്ഞോ എന്ന് ചോദിക്കാട്ടോ സൂര്യ. അങ്ങനെയൊന്നും പറഞ്ഞില്ല, പക്ഷെ എന്തോ അവൾക്കൊരു താല്പര്യക്കുറവ് പോലെ എനിക്ക് ഫീൽ ചെയ്തു. എങ്ങനെയായാലും നാളെ അവളെ നേരിട്ട് കാണാമല്ലോ, അപ്പോൾ കാര്യങ്ങളെല്ലാം സംസാരിക്കാം എന്ന് പറയാൻ സൂര്യ. ഇനിയിപ്പോൾ അതും ആലോചിച്ച് ടെൻഷൻ അടിക്കാതെ വേഗം ഉറങ്ങാൻ നോക്ക്, നാളെ നേരിട്ട് കാണുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഒരു പരിഹാരം കാണാമെന്ന് എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ ഭാവനയും സൂര്യയും ഉറങ്ങാൻ വേണ്ടി പോവുകയാണ്.